ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി VK പ്രശാന്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF-നും BJP-ക്കും എതിരായുള്ള വിധിയെടുത്തായിരിക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ RSSന്റെ ഹിന്ദുരാഷ്ട്രവാദത്തിനും വർഗീയതയ്ക്കുമെതിരായി പോരാടാൻ കഴിയുന്ന ഏക ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റിൻ്റെതായിരിക്കുമെന്നും അതുകൊണ്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ തുടർച്ച ഉറപ്പാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിലൂടെ പറഞ്ഞു. ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ആരാധനായ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനാണ്. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സഖാവുടെ കൃത്യസമയത്ത് തന്നെ അമ്പലമംഗലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സഖാവിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് VK പ്രശാന്ത് നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ 15 മാസക്കാലമായി ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിന് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ശ്രീ സഖാവ് VK പ്രശാന്ത് നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. സഖാവ് VK പ്രശാന്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെ പേരിൽ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൺവെൻഷനിൽ സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 6 നടക്കുന്നു. സ്ഥാനാർത്ഥികൾ ഓരോ മണ്ഡലത്തിലും ഇത് പ്രവർത്തനത്തിന് തുടക്കം നൽകുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പൊതുപരിപാടികളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. ആ കാര്യം ഞാനിവിടെ എടുത്തു പറയുന്നത്, ഒരു വർഷം മുമ്പ് 2019 ഒക്ടോബർ മാസത്തിൽ നടന്ന വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടിയിലാണ് ഞാൻ ഏറ്റവും ഒടുവിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. അതിനുശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടി ഈ വട്ടിയൂർക്കാവിൽ വെച്ചതിന് എന്നതുകൊണ്ടാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന സുപ്രധാനമായ ഒരു പോരാട്ടമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റിനെ കുറിച്ചും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ചും 5 വർഷം മുമ്പ് കേരളം ഭരിച്ച UDF ഗവൺമെന്റിനെ കുറിച്ചും വിലയിരുത്താനുള്ള ഒരവസരമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ 3 സംവിധാനങ്ങളെ കുറിച്ചും വിലയിരുത്തിക്കൊണ്ട് വേണം ഇത്തവണ വോട്ടർമാർ സമ്മതാവകാശം രേഖപ്പെടുത്തുക. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കും. ആത്മവിശ്വാസത്തോടുകൂടിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്.
LDF വീണ്ടും അധികാരത്തിൽ വരും, അത് ഉറപ്പാണ് എന്ന് പ്രചരണ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് ആദ്യം ആരംഭിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിലെ BJP സർക്കാർ ലക്ഷ്യമിടുന്നത് ഇന്ത്യ രാജ്യത്തെ ഒരു മത രാഷ്ട്രമാക്കി മാറ്റാനാണ്. RSS ആണ് BJP ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത്. RSSന് ഇലക്ഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല, RSS എന്ന പേര്. അതുകൊണ്ടാണ് RSS രൂപീകരിച്ച BJP ഇലക്ഷനിൽ പങ്കെടുക്കുമ്പോൾ RSS സജീവമായി ഇടപെടുകയും ഭരണം ലഭിക്കുമ്പോൾ ആ ഭരണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. RSSന്റെ ലക്ഷ്യം എന്താണ് എന്ന് മറയില്ലാതെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ നിന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലാത്ത ഒരു ഇന്ത്യ, അതാണ് RSS വിഭാവനം ചെയ്യുന്നത്. ആഭ്യന്തരമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. ഹിന്ദു രാഷ്ട്രം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് RSSന്റെ ഭരണം സ്ഥാപിക്കാനാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇന്ത്യയിലെ ഹിന്ദുവിന് എന്ത് ഗുണം കിട്ടി? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും പാവപ്പെട്ടവരുമാണ്. സ്ത്രീകൾ, കുട്ടികൾ, ഇവർക്കെല്ലാം എന്ത് ഗുണമാണ് BJPയുടെ ഭരണം കൊണ്ട് ഇന്ത്യയിൽ ലഭിച്ചത്? ഹിന്ദു എന്ന വികാരം ഉണ്ടാക്കി ജനങ്ങളെ ഇളക്കിവിട്ട് RSSന്റെ ഭരണം മനുസ്മൃതി RSS ഭരണഘടന നടപ്പാക്കാനാണ് അവർ ഇന്ത്യൻ ഭരണകൂടത്തെ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇത് BJPയുടെ ഭരണം ഓരോ സന്ദർഭങ്ങളിൽ എടുക്കുന്ന തീരുമാനം വഴി ഈ ലക്ഷ്യത്തിലേക്കുള്ള പോക്കാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫലമായി രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, മതത്തിന്റെ പേരിൽ, സമുദായത്തിന്റെ പേരിൽ കലാപങ്ങൾ സൃഷ്ടിക്കുക. ഇപ്പോൾ കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലക്ഷ്യം നേടാൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി അവർ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ കുത്തക മുതലാളിമാർക്ക്, ഭൂപ്രഭുക്കന്മാർക്ക് ഇഷ്ടം പോലെ രാജ്യത്ത് വിഹരിക്കാനുള്ള അവസരം ചെയ്തു കൊടുക്കുകയാണ്. ഹിന്ദു ഹിന്ദു എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. RSSന്റെ ഹിന്ദു അംബാനിയും അദാനിയും ടാറ്റയും ബിർളയുമാണ്. പാവപ്പെട്ട RSSന്റെ ശാഖയിൽ പോകുന്ന സാധാരണക്കാരനല്ല RSSന്റെ ഹിന്ദു. ഈ കുത്തക മുതലാളിമാരുടെയും കോർപ്പറേറ്റുകളുടെയും ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിന്റെ ഫലമാണ് ഇലക്ഷൻ കാലത്ത് BJP നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പാക്കാൻ അവർ സാധിക്കുന്നില്ല. പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് അവർ പറഞ്ഞില്ലേ, 1 ലിറ്റർ പെട്രോൾ 50 രൂപത്തിലല്ല. ആ 1 ലിറ്റർ പെട്രോളിന് ഇന്ന് 100 രൂപയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഡീസൽ, പാചകവാതകം എല്ലാവരും ദിവസേന വില വർദ്ധിക്കുന്നു. ആരാണ് വില വർദ്ധിക്കുന്നത് എന്നത്? ഈ വിലവർദ്ധനവ് കൊണ്ട് നേട്ടം ആർക്ക്? എണ്ണ കമ്പനിക്കാർക്ക്. അവർക്ക് വേണ്ടിയാണ് ജനങ്ങളെ ഞെട്ടിപ്പിടിച്ചുകൊണ്ട് പാചകവാതകത്തിന് ദിവസേനയോളം വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് BJPയുടെ ഭരണം. രാജ്യത്തിന്റെ എല്ലാ മേഖലകളും കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുകയാണ്.
വിമാനത്താവളങ്ങൾ അതായിരിക്കും, സീപോർട്ടുകൾ അതായിരിക്കും, വ്യാപാര മേഖല അംബാനിക്ക്, കാർഷിക മേഖല പോലും ഇവരെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതാണ് കാർഷിക നിയമങ്ങൾ മാറ്റിയിരിക്കുന്നത്. ഇതിനെതിരാണ് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് 4 മാസക്കാലമായി കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന വീരോജ്വലമായ പോരാട്ടം. ആ കർഷകർ അവരുടെ ശബ്ദം കേൾക്കാൻ ബിജെപിക്ക് സാധിക്കുന്നില്ല. അവരുടെ താല്പര്യം കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. ജനങ്ങൾക്ക് ഇതിനെതിരായി രാജ്യവ്യാപകമായി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പൊതുമേഖല വേണ്ട എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും അതിന്റെ ഫലമായി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നും കേന്ദ്ര സർവീസിൽ നിയമനങ്ങൾ നടക്കുന്നില്ല. 8 ലക്ഷം ഒഴിവുകൾ ഇന്ന് കേന്ദ്ര സർവീസിലുണ്ട്. അത് നികത്തുന്നില്ല. ആ നിയമനം നടത്തിയാൽ സംവരണപ്രകാരം തൊഴിൽ ലഭിക്കേണ്ടുന്ന ആളുകൾക്ക് തൊഴിലവസരം കിട്ടും. പാവപ്പെട്ടവരെ കിട്ടുന്ന അവസരം ഇല്ലാതാക്കാൻ പൊതുമേഖലകളെല്ലാം സ്വകാര്യ മേഖലയിലിരിക്കുകയാണ് ബിജെപി ഗവൺമെന്റ് ചെയ്യുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഖനന മേഖല ധനമൂലധന ശക്തിയിലേക്ക് തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ രാജ്യത്തിന്റെ മർമ്മപ്രധാനമായ സ്ഥാപനങ്ങളെല്ലാം കൊള്ളയടിക്കാൻ ഏൽപ്പിച്ച ഒരു സർക്കാരാണ് ബിജെപി സർക്കാർ. രാജ്യത്തിന്റെ മർമ്മപ്രധാനമായ എല്ലാ ഇടങ്ങളും ധനമൂലധന ശക്തിയിലേക്കിരിക്കുകയാണ്. ആകാശവും കടലും ഭൂമിയും വനവും കോർപ്പറേറ്റുകളുണ്ട്. ഞാനത് വിശദീകരിച്ചു പോകുന്നില്ല. ഈ ഭരണം കൊണ്ട് ഗുണം കിട്ടിയത് സാധാരണക്കാരല്ല. ജനങ്ങളെ കൊള്ളയടിച്ച് പാവപ്പെട്ടവന്റെ കയ്യിൽ പണമില്ലാതാക്കി ആ പണം മുതൽ കോർപ്പറേറ്റുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ഭരണമാണ് ബിജെപിയുടെ ഭരണം. നോട്ട് നിരോധനം, GST എല്ലാം കൊണ്ടുവന്നത് ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ബിജെപി സർക്കാരിനെതിരെ രാജ്യത്തെ പൊരുതാൻ കേൾപ്പുള്ളത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് ബിജെപിക്കെതിരായി പ്രതികരിക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് ബിജെപി ഭരണത്തിന് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിന് ബിജെപിക്ക് ബദലാകാൻ കഴിയുന്നില്ല. ബിജെപി ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് ഒരു ബദൽ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് രാജ്യത്തിന്റെ അനുഭവം തെളിയിച്ചിരിക്കുകയാണ്. അതാണ് ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. പൗരത്വ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം പ്രത്യേക അവകാശം, മറ്റുള്ളവരെല്ലാം 2ാം കിടക്കാരെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ നിയമം ഈ കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയനാണ്. അതിനെ തുടർന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പ്രതികരിക്കാൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്ക് ധൈര്യം കിട്ടിയത്. ഇടതുപക്ഷമാണ് ബിജെപിക്കെതിരായ ദിശാബോധം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്നത്. ഇടതുപക്ഷമാണ്. ഓരോ വർഷത്തിലും എടുത്ത നിലപാടുകൾ പരിശോധിക്കേണ്ട സമയമാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്തരം പ്രശ്നങ്ങളിൽ നിലപാടെടുക്കുന്നില്ല? ബാബറി മസ്ജിദ് പൊളിച്ചു. അത് ഇന്ത്യ രാജ്യം കണ്ട, മഹാത്മാഗാന്ധിക്ക് ശേഷം കണ്ട ഏറ്റവും വലിയൊരു ഭീകര പ്രവർത്തനമായിരുന്നു. ആ മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഇപ്പോൾ ക്ഷേത്രം ഉണ്ടാക്കാൻ മോദി നടത്തുന്നുണ്ട്. ഒരു ട്രസ്റ്റിന് വേണ്ടിയാണ് അനുമതി കൊടുത്തത്. അതിന് മറക്കലിടാൻ പ്രധാനമന്ത്രി പോയപ്പോൾ എതിർക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. കോൺഗ്രസ് പറഞ്ഞു ഞങ്ങളെ കൂടി വിളിക്കണ്ടേ എന്നാണ്.
പള്ളി പൊളിച്ച് ക്ഷേത്രവും ക്ഷേത്രം പൊളിച്ച് പള്ളിയും നിർമ്മിക്കാൻ തുടങ്ങിയാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഇത്തരം സംഭവങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം മതനിരപേക്ഷ സമീപനമല്ല. മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ, സെക്യുലറിസം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിൽ മതനിരപേക്ഷ ശക്തികളിൽ നിലകൊള്ളുന്ന കോൺഗ്രസ് ചാഞ്ചാട്ടം കാണിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇതാണ് RSSന് വളരാൻ ഇവിടെ അവസരമുണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഫലമായി രാജ്യത്താകെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന RSSനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. വിമാനത്താവളങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു കേന്ദ്ര ഗവൺമെന്റ്. ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞു സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കരുത്. ആ വിമാനത്താവളം സംസ്ഥാന ഗവൺമെന്റ് ഏൽപ്പിക്കണം. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം കൊച്ചിയാണ്. ആ കൊച്ചി വിമാനത്താവളവും കണ്ണൂർ വിമാനത്താവളവും നടന്നത് കേരള ഗവൺമെന്റാണ്. ആ കൊച്ചിയേക്കാൾ വിപുലമായ വിമാനത്താവളം കൂടി ഉണ്ടാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആ വിമാനത്താവളം ഏൽപ്പിച്ചാൽ സാധിക്കും. അതുകൊണ്ട് ഗവൺമെന്റ് നൽകണം. അദാനി തരാമെന്ന് പറഞ്ഞ പൈസ എത്രയാണോ ആ പണം ഞങ്ങൾ തരാം എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു. പക്ഷേ കേന്ദ്രം ഇത് സ്വീകരിച്ചില്ല. അതിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലെ വിമാനത്താവളവും കൊടുക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ ഇതിനെ എതിർത്തില്ല? ഇതാണ് കോൺഗ്രസിനും BJPക്കും ഈ കാര്യത്തിലുള്ള സമീപനം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു ഘടകത്തിന്റെ ഇത്. നേരത്തെ വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് BS ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നു. അന്നത്തെ പോർട്ട് മന്ത്രിയായിരുന്നു ഇവിടെ ഇരിക്കുന്ന വിജയകുമാർ. അന്നത്തെ ഇടതുപക്ഷത്തിന്റെ സർക്കാർ തീരുമാനിച്ചു അദാനിക്ക് കൊടുക്കാൻ പാടില്ല, സംസ്ഥാന ഗവൺമെന്റ് നടത്തും വിഴിഞ്ഞം പോർട്ട് നിലപാടെടുത്തു. എന്നാൽ ഇടതുപക്ഷം പോയി UDF വന്നു. വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചില്ലേ? ഇത് നമ്മുടെ അനുഭവത്തിൽ തിരുവനന്തപുരത്ത് കാണുന്ന അനുഭവം നോക്കിയാൽ അറിഞ്ഞൂടെ ആരാണ് കോർപ്പറേറ്റുകൾക്കെതിരെ നിലപാടെടുക്കുന്നത് എന്ന്? ഈ രണ്ട് ഉദാഹരണങ്ങൾ മാത്രത്തിൽ നോക്കിയാൽ മതി. അതുകൊണ്ട് അവർക്കറിയാം ഈ ഇടതുപക്ഷ കേരളത്തിൽ ഉള്ളപ്പോൾ കോർപ്പറേറ്റുകൾക്ക് ഇത്തരം സ്ഥാപനങ്ങൾ കൈകടക്കാൻ കഴിയില്ല എന്നവർ മനസ്സിലായി. ഈ കേരളത്തിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. പക്ഷെ ഒറ്റ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ മേഖലയിൽ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല കേരളത്തിൽ. ഇത് കേരളത്തിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനമാണ്. BJPക്കെതിരായ ബദൽ. ആ ബദൽ സൃഷ്ടിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുകയില്ല. ഇതാണ് രാജ്യത്തിലെ ജനങ്ങൾ BJPക്ക് ബദലായി രാജ്യത്തെ ഇടതുപക്ഷം വളരണം എന്ന് ചിന്തിക്കുന്നത്. ഈ ചിന്ത രാജ്യവ്യാപകമായി ശക്തിപ്പെടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ 5 കൊല്ലമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടാണ് രാജ്യത്തിന്റെ അംഗീകാരം നേടിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ പ്രതിരോധിക്കാൻ ഒരു ഇടതുപക്ഷം വേണം. ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യ, കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത ഇന്ത്യ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന RSS ലക്ഷ്യമിടുന്നത് തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു രാജ്യം കൊണ്ട് സൃഷ്ടിക്കാനാണ്. ഇതിന്റെ ഭാഗമായി അവർ ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യാൻ പഠിച്ചവഴി എല്ലാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ഇടതുപക്ഷത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റാണ് ഇന്ത്യയിലുള്ളത്. അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. ഈ ഗവൺമെന്റ് ഇല്ലാതാക്കണമെന്നത് RSSന്റെ തന്ത്രമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJPക്കെതിരായി ഇത്തരം പ്രതിരോധങ്ങളില്ല. അതുകൊണ്ട് കോൺഗ്രസ് UDF
കേരളം ഭരിക്കുന്നതിന് RSS എതിരല്ല. ഇടതുപക്ഷം ഭരിക്കുന്നതാണ് അവർക്ക് ആപത്തെന്നാണ് അവർ കാണുന്നത്. കാരണം അവർക്ക് ഭരണത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾക്ക് കേരള നിയമസഭയിൽ ഒരു 35 സീറ്റ് കിട്ടിയാൽ മതി, ഞങ്ങൾ കേരളം ഭരിക്കും. 35 സീറ്റ് കിട്ടിയാൽ എങ്ങനെ ഭരിക്കും? കേരളത്തിൽ ഭരിക്കണമെങ്കിൽ 71 സീറ്റ് വേണം. 35 കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കും എന്ന് പറയുന്ന അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? 35 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയാൽ ബാക്കിയുള്ളവരെ കോൺഗ്രസുകാർ ജയിച്ചു വരുന്നവരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന ഇപ്പോൾ മധ്യപ്രദേശിൽ കോൺഗ്രസ് ആയിരുന്നു ജയിച്ചത് നിയമസഭയിൽ. ഇപ്പോൾ മധ്യപ്രദേശ്